ABC തിയേറ്ററുകൾ നിലനിന്നിരുന്ന കാലം. റിലീസിംഗ് ചിത്രങ്ങൾ കാണാൻ എ ക്ലാസ് തിയേറ്ററുകളിലേക്ക് സിനിമാ പ്രേമികൾ ഒഴുകിയെത്തിയ ആ പഴയ കാലം തിരിഞ്ഞു നോക്കുമ്പോൾ തിരൂരിലെ സിനിമാ പ്രേമികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. സെൻട്രലും വിശ്വസും ചിത്രസാഗറും പിന്നെ ജില്ലയിലെ ആദ്യ AC തിയേറ്റർ എന്ന പേരിൽ ഗയാമും റിലീസിംഗ് ചിത്രങ്ങളാൽ നിറഞ്ഞു നിന്ന കാലം. പഴയ പീപ്പിൾസ് തിയേറ്റർ അനുഗ്രഹ എന്ന പേരിൽ പുതുമയിൽ എത്തിയതും സിനിമാ പ്രേമികൾക്ക് ഹരമായിരുന്നു. മറ്റു ജില്ലകളിൽ നിന്ന് പോലും തലേ ദിവസം വന്നു നിന്ന് മോർണിംഗ് ഷോ കാണാനും രാവിലെ മുതൽ കാത്തുനിന്ന് സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് പടം കണ്ടുപോയിരുന്ന ആ പഴയ കാലം. ടിക്കറ്റിന് വേണ്ടി തിരക്കിട്ട് തിയേറ്റർ മതിലുകൾ പൊളിയുന്നതും കലഹങ്ങളും പതിവായി നടക്കുമ്പോഴും തിരൂരിലേക്ക് സിനിമാ പ്രേമികൾ സിനിമ കാണാനായി വന്നുകൊണ്ടേയിരുന്നു. വൈഡ് റിലീസ് ലക്ഷ്യം വെച്ചുകൊണ്ട് ABC തിയേറ്ററുകൾ നിർത്തലാക്കിയപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളായ താനൂരിലും കോട്ടക്കലിലും കുറ്റിപ്പുറത്തും പൊന്നാനിയിലും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഒരുങ്ങി. B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകൾ നമുക്ക് നഷ്ടമായതോടെ പഴയ ചിത്രങ്ങളിൽ പലതും തിയേറ്ററിൽ കാണാനുള്ള അവസരങ്ങൾ നമുക്ക് കുറഞ്ഞു. ഇന്നും പല ചിത്രങ്ങളും റിലീസ് ചെയ്യുമ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിച്ച പല ചിത്രങ്ങളും നമുക്ക് കിട്ടാറില്ല. അവിടെയാണ് BC ക്ലാസ് തിയേറ്ററുകളുടെ നഷ്ടം നമ്മൾ അറിയുന്നത്. ഏതായാലും എല്ലായിടത്തും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വന്നതോടെ തിരൂരിനായിരുന്നു നഷ്ടം. മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ മത്സരിക്കാൻ തിരൂരിലെ പഴയകാല തിയേറ്ററുകൾക്ക് കഴിയാതെ വന്നു. സെൻട്രലും സാഗറുമെല്ലാം പുതുമ കൊണ്ടുവരാൻ ഏറെ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതോടെ വിശ്വാസം സെൻട്രലും സാഗറും പ്രദർശനം നിർത്തിവെച്ചു. എന്നേക്കുമായി അവ തിരൂരിന് നഷ്ടമായി. തിയേറ്ററുകളിൽ നിന്നും പടം കണ്ടു രസിച്ച യുവ സിനിമാ പ്രേമികൾക്കാകട്ടെ ബാക്കി നിന്ന അനുഗ്രഹ ഗയാം തിയേറ്ററുകളിൽ നിന്നും പടം കാണാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ തൊട്ടടുത്ത കേന്ദ്രങ്ങളിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളെ സമീപിച്ചു. അതിനിടയ്ക്ക് അനുഗ്രഹ പുതിയ സൗണ്ട് സിസ്റ്റവുമായി പുതുക്കിപ്പണിതെങ്കിലും ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല. ജനങ്ങൾ തങ്ങളെയും ഒഴിവാക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഗയാം പൂർണ്ണമായും മാറി. 1000-ലധികം സീറ്റുമായി നിലനിന്നിരുന്ന തിയേറ്റർ അടിമുടി മാറ്റം വരുത്തി. 800ഓളം സീറ്റ് നിലനിർത്തി. പഴയ ഗാലറി ഗോൾഡ് സീറ്റും സിൽവർ സീറ്റും ഒക്കെ ആക്കി യുവ സിനിമാ പ്രേമികളെ വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് അടിമുടി മാറി. തിരൂരിന് പുതിയ സ്ക്രീൻ അനുഭവം നൽകി. അതോടെ ആ പഴയ ഗയാമിനെ വീണ്ടും ജനം ഏറ്റെടുത്തു തുടങ്ങി. മാറുകയാണ്. തിരൂരിലേക്ക് ആ പഴയ സിനിമാ അനുഭവങ്ങൾ വീണ്ടും കൊണ്ടുവരിക. 6 പുതിയ സ്ക്രീനുകളാണ് തിരൂരിൽ ഒരുങ്ങുന്നത്. എല്ലാം പുതിയ സാങ്കേതിക വിദ്യ. വിശ്വാസ് തിയേറ്ററിനടുത്ത് ഒരുങ്ങുന്ന CNC സിനിമാസ് 3 സ്ക്രീനിലാണ് എത്തുന്നത്. ആഗസ്റ്റ് 14 കൂലി എന്ന രജനി ചിത്രം റിലീസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിയേറ്ററുകൾ ഒരുങ്ങുന്നത് എന്ന് മാനേജ്മെൻറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നടക്കുന്ന അകത്തെ ലൈറ്റിംഗ് സിസ്റ്റം വർക്കും ഗ്രൗണ്ടിലെ മിനുക്കുപണികളും പൂർത്തിയായാൽ ആഗസ്റ്റ് 14 തിരൂരിന് മറ്റൊരു അനുഭവമാകും CNC തിയേറ്റർ. ഷൊർണൂരിലുള്ള ഓണർമാരാണ് CNC തിയേറ്റർ തിരൂരിനായി സമ്മാനിക്കുന്നത്. ചിത്രസാഗറും കടന്ന് പയ്യനങ്ങാടിയിലെത്തിയ സിനിമാ പ്രേമികളുടെ മനസ്സറിഞ്ഞ് ഓരോ നാട്ടിലും പുത്തൻ സാങ്കേതിക വിദ്യയോടെ തിയേറ്ററുകൾ ഒരുക്കുന്ന അവറയുടെ വകയാണ് തിരൂരിൽ മറ്റൊരു സ്ക്രീൻ ഒരുങ്ങുന്നത്. 99% പണി പൂർത്തിയായ അവറ തിയേറ്റർ ഒരുക്കുന്നത് കണ്ണൂർക്കാരാണ്. അവറയുടെ ജില്ലയിലെ ആദ്യ തിയേറ്ററാണ് തിരൂരിൽ ഒരുങ്ങുന്നത്. ഓണം ലക്ഷ്യമാക്കി ഒരുങ്ങുന്ന അവറ 3 സ്ക്രീനിൽ 400-ലധികം സീറ്റുകളുമായാണ് എത്തുന്നത്. ഈ സ്ക്രീനുകൾ കൂടെ വരുന്നതോടെ തിരൂരിലേക്ക് കൂടുതൽ സിനിമാ പ്രേമികളെ എത്തിക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരൂരിൻ്റെ പഴയ സിനിമാ പ്രഭാവം വീണ്ടെടുക്കാൻ
കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.